ആൻമരിയുടെ പിതാവ് അദ്ദേഹത്തെ ഇവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നില്ല, സഭയിലോട്ട് പോകരുതെന്നാ പറയണത്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? അപ്പ വീട്ടിൽ നിന്ന് 2 ആഴ്ചയായിട്ട് വിടൂലായിരുന്നു. ആൻറ്റിമാരൊക്കെ വന്നിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പപ്പ, ഞങ്ങൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പപ്പ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പപ്പ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ വീട്ടില് ആൻറ്റിമാരെല്ലാവരും വന്നിട്ട് ഞങ്ങളെ ഇനി എലോഹിമേ പോകരുതെന്ന് പറഞ്ഞ് വിലക്കിയേക്കായിരുന്നു. അങ്ങനെ 2 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുണ്ടായില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അങ്ങനെ ആദ്യമായിട്ട് വന്നത്. വരണ ആ ദിവസം തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച 2 മണി 2:30 ആയപ്പോഴും വീട്ടിൽ നിന്ന് പപ്പ വിടണില്ല. ലാസ്റ്റ് പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പാസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ദർശനത്തിൽ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു. എന്നെ ഒരു ഏജിൽ വന്നിട്ട് കൈ പിടിച്ച് കൊണ്ടുപോകണം. മനസ്സിലായില്ല, ഒന്നൊരു പറ. പാസ്റ്ററിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ദർശനത്തിൽ കാണുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒരു ഏഞ്ചിൽ വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണമെന്ന് കാണണമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ലാസ്റ്റ് പപ്പ അത്ര നേരം വിടൂല എന്ന് പറഞ്ഞ ആള് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പോകരുതെന്ന് പറഞ്ഞയാളെ ദൂതൻ ഉറക്കി, പത്രോസിനെ ഉണർത്തി, ജോയിയെ ഉറക്കി. ജോയ് എന്നല്ലേ പേര്? ബിജുവിനെ ഉറക്കി. ഓക്കെ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ആ മകൾ അത്രയും കരഞ്ഞു പറഞ്ഞു, എനിക്ക് ആലയത്തിൽ ആരാധിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ഏഞ്ചൽ ഇപ്പം ഇറങ്ങും. ഇൻസ്റ്റന്റ് ഇറങ്ങി. ആമേൻ. പോകരുത് വെല്ലവിടെ പറയുന്ന സമയത്ത് ഉറങ്ങി, നിന്നുറങ്ങി. ദൈവം വിശ്വസ്തനാണ്. കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിക്കാൻ ശക്തിയുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്റെ കെട്ടുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. 2026 നീ പുറത്തു വരും. ആമേൻ. ദൂതൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങും. നിന്റെ കുടുംബം പുഷ്ടി പ്രാപിക്കും. നിന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്.